33,000 തൊഴിലവസരങ്ങളുമായി മെഗാ ജോബ് ഫെയർ ഇത് തിരുവല്ല മർത്തോമ കോളേജിൽ നടക്കും. വിജ്ഞാന പത്തനംതിട്ട പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ 90 പ്രവർത്തനങ്ങളുടെ തിരുവല്ലയിലെ ആദ്യ ജോബ് ഫെയർ ആണ് ഇന്ന് നടക്കുക. തോമസ് ഐസക് തിരുവല്ലയിൽ നടത്തിയ മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി. ഇതിന്റെ വിവരങ്ങളുമായി സുജു ആണ് ചേരുന്നത്. സുജു, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണിത്. നമുക്കറിയാം 1600-ലധികം ആളുകൾക്ക് തൊഴിൽ ലഭിച്ച ഒരു പദ്ധതിയാണ്. അതിൽ 40-ലധികം ആളുകൾ വിദേശത്തേക്ക് വരെ പോയ സാഹചര്യമുണ്ട്. പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇത് കളിപ്പീരാണ്, ഇങ്ങനെ ഒരു സംഭവമില്ല, ഇത് പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പദ്ധതിയാണ് എന്നൊക്കെ ആരോപണങ്ങൾ നടത്തുമ്പോഴും ശക്തമായി തന്നെ മുൻപോട്ട് പോയി അതിൽ തോമസ് ഐസക് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് ഇപ്പോൾ മർത്തോമ കോളേജിലാണ് നടക്കാൻ പോകുന്നത്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? പ്രിയ, തീർച്ചയായിട്ടും തോമസ് ഐസക് പത്തനംതിട്ടക്കാർക്ക് നൽകിയ വാക്ക് പാലിക്കുകയാണ്. ഇതിനോടകം തന്നെ 1600-ലധികം ആളുകൾക്കാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി വഴി ജോലി ലഭിച്ചിരിക്കുന്നത്. ഇന്നൊരു മെഗാ ജോബ് ഫെയറിന് തുടക്കം കുറിക്കുകയാണ്. അതായത് മിഷൻ 90 ഡേയ്സ്. അടുത്ത 90 ദിവസത്തിനുള്ളിൽ പത്തനംതിട്ട ജില്ലയിലെ യുവതി യുവാക്കൾ, പത്തനംതിട്ട എന്നല്ല സംസ്ഥാനത്ത് എവിടെയുള്ള ആളുകൾക്കും ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാം. അവർക്ക് അതിനുവേണ്ടി DWMS ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലും അതുപോലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ജോബ് സ്റ്റേഷനുണ്ട്. അങ്ങനെ 7 ജോബ് സ്റ്റേഷനുകൾ എവിടെ വേണമെങ്കിലും ഫോൺ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടെത്തിയോ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആരംഭിക്കുന്ന ഇന്ന് നടക്കുന്ന ജോബ് ഫെസ്റ്റിവലിൽ 33,000 തൊഴിലവസരങ്ങളാണുള്ളത്. അതിൽ 33 കമ്പനികളാണ് പങ്കെടുക്കുന്നത്. +2 യോഗ്യതയുള്ളവർ, ITI, ഡിപ്ലോമ, PG, അതുപോലെ ഡിഗ്രി ഒക്കെ യോഗ്യതയുള്ളവർക്കൊക്കെ ഈ ജോബ് ഫെയറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. ഇന്ന് നടക്കുന്ന ജോബ് ഫെയറിലേക്ക് രജിസ്ട്രേഷൻ 5000-ലധികം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തോമസ് ഐസക് തിരുവല്ലയിൽ ജനുവരി മാസം 2024 തുടങ്ങിയ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ അതിൽ രൂപപ്പെട്ടു വന്ന ആശയമാണ് ഈ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി. അതിനുശേഷം ഈ പദ്ധതി സർക്കാരിൻ്റെ KDISC നോളജ് എക്കണോമി മിഷൻ, അതുപോലെ തന്നെ കുടുംബശ്രീ, മറ്റ് വിവിധ വകുപ്പുകളുടെ സംയുക്തമാണ് ഇത്തരം ഒരു ജോബ് ഫെയറുകളും ഇത്തരം തൊഴിൽദാന പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നത്. കുടുംബശ്രീക്കൊക്കെ ഇതിൽ വലിയ പങ്കുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് മുസ്ലിയാർ കോളേജിൽ വെച്ച് ജോബ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് റാന്നി സെൻറ് തോമസ് കോളേജിൽ. അങ്ങനെ ജോബ് ഫെസ്റ്റുകൾ തുടർച്ചയായി നടത്തുന്നു. ഇതിനോടകം തന്നെ 1600-ലധികം പേർക്ക് ജോലി ലഭിച്ചു. മറ്റ് ജോബ് ഫെസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. സാധാരണ നമുക്കറിയാം ജോബ് ഫെസ്റ്റുകൾ കാണും, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ കാണും. അവിടെ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം. ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, കമ്മീഷൻ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ വിഭിന്നമായി ഇവിടെ തൊഴിൽ നേടുന്നവരെ മാത്രം സംരക്ഷിക്കുകയല്ല. ഇവിടെ ഇപ്പോൾ 5000 പേര് ഇന്ന് രജിസ്റ്റർ ചെയ്യുന്നു. അതിലൊരു പക്ഷേ 1000 പേർക്കായിരിക്കാം ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിലും താഴെയായിരിക്കാം. പക്ഷേ ജോലി ലഭിക്കാത്തവർക്ക് പിന്നീട് ട്രെയിനിങ്, അവർക്ക് എന്ത് ട്രെയിനിങ്ങാണ് കൊടുക്കേണ്ടത്? ഉദാഹരണമായിട്ട് ഇപ്പം അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഒരു അപാകതയാണ് അവർക്ക് തൊഴിൽ നഷ്ടമാകാൻ കാരണമെന്ന് ഏതെങ്കിലും കമ്പനി ചൂണ്ടിക്കാട്ടുവാണെങ്കിൽ, അപ്പോൾ ജോലി കിട്ടുന്നവർക്കുള്ള പ്ലസ് പോയിൻ്റ്, കിട്ടാത്തവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നും ഒരു ഷീറ്റുണ്ട്. അതിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കമ്പനി ചൂണ്ടിക്കാട്ടുക, എന്നൊരു കമ്പനി ചൂണ്ടിക്കാട്ടുക അവർക്ക് ജോലി ലഭിക്കാത്തതിൻ്റെ കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ അപാകതയാണ്. അങ്ങനെയുണ്ടെങ്കിൽ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ജോലി ലഭിക്കാനുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നവർക്ക്, കിട്ടാത്തവർക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്കും ജോലി ഉറപ്പാക്കുകയാണ്. എന്തായാലും തോമസ് ഐസക് ഈ പ്രഖ്യാപനം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ മൈഗ്രേഷൻ കോൺക്ലേവിന് ശേഷം നടത്തിയപ്പോൾ വലിയ പരിഹാസമായിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് സമയത്തും പരിഹാസം വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. ഈ പരാജയ ഘട്ടത്തിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ പരിഹാസം. മാത്രമല്ല പത്തനംതിട്ടയിൽ ഈ പദ്ധതിക്കെതിരെ തലമുണ്ടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം വരെ നടത്തിയിരുന്നു. അപ്പോൾ അവരോടൊക്കെ തോമസ് ഐസക് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, രാഷ്ട്രീയമായി കാണാതെ ജോലി വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്യുക, നാട്ടുകാർക്ക് ആർക്കെങ്കിലും ആർക്കുണ്ടെങ്കിൽ ജോലി ആവശ്യമുണ്ടെങ്കിൽ അവരെയും കൊണ്ട് അപ്ലൈ ചെയ്യുക. എന്തായാലും തോമസ് ഐസക് പറഞ്ഞ വാക്കു പാലിക്കുകയാണ്. തോമസ് ഐസക് 5000 തൊഴിൽ എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും അതിശയോക്തി പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും.
അവരോട് പറയാനുള്ളത് മുമ്പ് തോമസ് ഐസക്കിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കേരളത്തിൽ നിസ്തുലമായ സംഭാവനയാണ് കുടുംബശ്രീക്ക് രൂപീകരണത്തിൽ തോമസ് ഐസക്കിൻ്റെ ഉള്ളത്. അതുപോലെ ജനകീയ ആസൂത്രണം, അങ്ങനെ ഒട്ടനവധി സംസ്ഥാനം ഇന്ന് കേരളം 1-ാം നമ്പർ നമ്മൾ പറയുമ്പോൾ എടുത്തു പറയുന്ന പല പദ്ധതിക്കും തോമസ് ഐസക്ക് നൽകിയ സംഭാവന നിസ്തുലമായ സംഭാവനയാണ്. അതിൻ്റെയൊക്കെ പലതിനും രൂപീകരണ ഘട്ടത്തിൽ തോമസ് ഐസക്കിൻ്റെ ആശയങ്ങൾ തന്നെയാണ് പലരും നിർണായകമായത്. അങ്ങനെ പറഞ്ഞ വാക്കുകൾ പാലിച്ചുള്ള തോമസ് ഐസക്ക് ഇന്ന് പത്തനംതിട്ടയിലെ യുവതീ യുവാക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ യുവതീ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ബൃഹത്തായ പദ്ധതിയാണ്. അതിന് തോമസ് ഐസക്ക് ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. അതായത് ലോകത്തെമ്പാടും കോടിക്കണക്കിന് തൊഴിലുണ്ട്. അത് നമ്മുടെ പത്തനംതിട്ടയിലെ അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ആ ദൗത്യം ഭംഗിയായി ചെയ്യുകയാണ്. നമുക്കിപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അങ്ങനെ ഏത് മേഖലയിലുള്ളവർക്കും തൊഴിൽ അവർക്ക് അന്വേഷകർക്ക് ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് ജോലി നേടാം. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ചോളം സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഇനി മിഷൻ 90 ഡേയ്സ് പൂർത്തിയാകുമ്പോൾ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ ദാന പദ്ധതി വഴി 5000 പേർക്ക് തൊഴിൽ ലഭിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയ, തീർച്ചയായും സുജു.